Implicit surfaces. The surfaces of the form f of x, y, z equal to c. These surfaces are called implicit surfaces, where c is a constant. അതൊരു സർഫസിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൻ്റെ പാരാമീറ്റർ ഇക്വേഷൻ നമ്മൾ സാധാരണ ആർ ഓഫ് യു വി ഈക്വൽ ടു എഫ് ഓഫ് യു വി ഐ പ്ലസ് ജി ഓഫ് യു വി ജെ പ്ലസ് എച്ച് ഓഫ് യു വി കെ അങ്ങനെ ഒരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ പോസിബിൾ അല്ലാത്ത സർഫസുകളാണ് ഇംപ്ലിസിറ്റ് സർഫസസ്. ഈ ഇംപ്ലിസിറ്റ് സർഫസിൻ്റെ സർഫസ് ഏരിയ കാണാൻ ഉള്ള ഫോർമുല ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ മോഡ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ. ആർ ഈസ് ദ ഷാഡോ റീജിയൻ ഓഫ് ദി സർഫസ്. സോ ഇതാണ് നമ്മുടെ സർഫസ് എസ് എങ്കിൽ സർഫസിൻ്റെ ഷാഡോ റീജിയൻ ഇസ് റെക്റ്റാങ്കിൾ ആർ, അല്ലെങ്കിൽ ആ സർഫസിന് വെർട്ടിക്കൽ പ്രൊജക്ഷൻ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആർ, ഷാഡോ റീജിയൻ ഓർ വെർട്ടിക്കൽ പ്രൊജക്ഷൻ, ദാറ്റ് ഈസ് ആർ. ദെൻ അഗെയിൻ പി. P is the unit vector normal to the plane. Unit vector P normal to the plane. അതായത് നമ്മുടെ റീജിയൻ ആ ഷാഡോ റീജിയന് നോർമൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് പി. ദെൻ എഫ് അറിയാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിറ്റർമിനൻറ്റ് കാണാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ച പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ മോഡ് ആർ യു ക്രോസ് ആർ വി. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ആർ യു, ആർ ദെൻ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ ആർ ബൈ ഡോ യു ആണ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി. ഇതായിരുന്നു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ സർഫസ് ഏരിയ ആണുള്ള ഫോർമുല. സർഫസ് ഏരിയ ഈക്വൽ ടു ദിസ് വൺ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ കേസിൽ സർഫസ് ഏരിയ ആണുള്ള ഫോർമുല. Now we have to discuss one problem. Find the area of the surface cut from the bottom of the paraboloid x square plus y square minus z equal to 0 by the plane z equal to 4. So we want to find area of the surface cut from the bottom of the paraboloid. So ഈ paraboloidൻ്റെ bottom that is cut by the plane z equal to 4. z equal to 4 എന്ന പ്ലെയിൻ ഈ പരാബോളോയിഡിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ബോട്ടം പോർഷൻ, അതിൻ്റെ സർഫസ് ഏരിയ നമുക്ക് കാണേണ്ടത്. ഡയഗ്രം നോക്കാം. നമുക്ക് സ്കെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇസഡ്. അപ്പോൾ ഇസഡിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇസഡിന് 1 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇതൊരു സർക്കിളാണ്. ഇസഡിന് 2 കൊടുത്താൽ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ റേഡിയസ് 1 ഉള്ള സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 കൊടുത്താൽ റേഡിയസ് √2 വരുന്ന സർക്കിൾ. അപ്പോൾ ഇസഡിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ആ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായി റേഡിയസ് ആയിട്ട് വരുന്ന ഓരോ സർക്കിൾസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇസഡിൻ്റെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ഓരോ സർക്കിൾസ്. അങ്ങനെ ഈ സർക്കിൾസ്, അപ്പം ഇസഡ് കൂടുന്നതനുസരിച്ച് സർക്കിളിൻ്റെ ഇസഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കിൾസ് അടുക്കി വെച്ച് ഫോം ചെയ്യുന്നു. ഇതാണ് പാരാബോളോയിഡ്. ഇതാണ് ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന പാരാബോളോയിഡ്. അതിന് ഇസഡ് ഈക്വൽ ടു 4 എന്ന പ്ലെയിൻ, അതായത് ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ. ആ പ്ലെയിൻ ഈ സർഫസിന് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇസഡ് ഈക്വൽ ടു 4 വരെ മതി ഈ പാരാബോളോയിഡ്. അതിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും. ഈ പാരാബോളോയിഡ് ഇങ്ങനെ ഇൻഫിനിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസഡ് ഈക്വൽ ടു 4 എന്ന പ്ലെയിൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബോട്ടം പോർഷൻ. സോ ഇതാണ് നമ്മുടെ സർഫസ്. ഇതിൻ്റെ സർഫസ് ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഫോർമുല നോക്കിയാൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഫോമാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0. ഈ ഫോമുലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് സർഫസ് ഏരിയ കാണാനുള്ള ഫോമുല സർഫസ് ഏരിയ ഈക്വൽ ടു സർഫസ് ഏരിയ ഈക്വൽ ടു നമ്മുടെ ഫോമുല ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ മോഡ് ഡെൽ എഫ് divided by mod del f dot p dA. So formula യൂസ് ചെയ്ത് ഇവിടെ നമുക്ക് റീജിയൻ ആർ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് നമ്മുടെ ഈ സർഫസിൻ്റെ ഷാഡോ റീജിയൻ, കോർഡിനേറ്റ് പ്ലെയിനിലേക്കുള്ള അതിൻ്റെ ഷാഡോ ഈ സർഫസിനെ നേരെ പ്രൊജക്റ്റ് ചെയ്യിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രസ് ചെയ്യുന്നു, കടന്നു പോകുന്ന നേരെ പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ ഈ സർഫസിൻ്റെ ഷാഡോ എടുക്കുകയാണെന്ന് വിചാരിക്കുക എക്സ് വൈ പ്ലെയിനിൽ. അപ്പോൾ നമുക്ക് കിട്ടുക അതിൻ്റെ അപ്പർ ഈ വന്നിരിക്കുന്ന ഇതിൽ സർക്കിളായിരിക്കും ഷാഡോയിൽ വരിക. സോ ഈ സർക്കിൾ എന്ന് പറയുമ്പം Z=4 ആണ്. അപ്പോൾ റേഡിയസ് 4 വരുന്നത്, അതായത് റേഡിയസ് 2 വരുന്ന x²+ y² 4 വരുന്ന സർക്കിൾ, അതായത് x²+ y² 4, അതായത് റേഡിയസ് 2 വരുന്ന സർക്കിൾ, അതായിരിക്കും ഷാഡോ റീജിയൻ. അപ്പോൾ നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് x²+ y², ആ സർക്കിളിൻ്റെ ഇൻസൈഡ് ഫുള്ള് വരും ഷാഡോ, +4, ഇതായിരിക്കും നമ്മുടെ റീജിയൻ. നമുക്ക് P ഐഡൻറ്റിഫൈ ചെയ്യണം. ആ റീജിയന് ആ കോർഡിനേറ്റ് പ്ലെയിനിന് നോർമലായിട്ടുള്ള വെക്ടർ, അതായത് യൂണിറ്റ് നോർമൽ വെക്ടർ, നമുക്ക് K എടുത്താൽ മതിയല്ലോ, Z ആക്സിസ് അതിന് നോർമലാണ്. സോ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് K. P K. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Here f of x, y, z equal to this one. So del f calculate ചെയ്യണം ഫസ്റ്റ്. Del f is equal to dou f by dou x with respect to x partial difference here 2xi plus dou f by dou y is 2yj minus dou f by dou z with respect to z. ഇൻഷെറ്റ് ചെയ്യുമ്പോൾ 1 വരും. So okay. Mod del f is equal to root of square 2x² plus 2y² plus -1². 2x² is 4x² plus 2y², that is 4y² plus -1² 1. That is equal to root of 4 into x² plus y² plus 1. Now mod del f dot p. So we have to find del f dot p. Del f dot p means del f dot p, that is equal to del f dot k. P is equal to k here. So del f dot k, that is equal to del f is this one, the dot k, that is 0i plus 0j plus 1k ആണ്. So dot k എടുക്കുമ്പോൾ -1. So mod del f dot p equal to mod -1, that is equal to 1. So values രണ്ടുമായി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സർഫസ് ഏരിയ equal to surface area equal to double integral over r, then r equal to x² plus y² less than or equal to 4. Mod del f is root of 4 into x² plus y² plus 1 divided by mod del f dot p, that is 1 dA, that is dx dy, is equal to സർക്കിളിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പോളാർ കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഈസിയാണ്. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ x is equal to r cos theta, y equal to r sin theta, r cos theta, y equal to r sin theta. So x² plus y² എന്ന് പറയുന്നത് r² cos² theta plus r² sin² theta. r² കോമൺ ഔട്ട്സൈഡ് എടുത്താൽ cos² theta plus sin² theta 1 ആവും. x² plus y² equal to r². ദെൻ പോളാറിൽ r എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സർക്കിൾ x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് സർക്കിൾ. ആർ ൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് ആർ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ആ ഒരു സർക്കുലർ ഡിസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആർ എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് ആണ്. ഈ സർക്കുലർ ഡിസ്കിൽ ഓരോ പോയിന്റിലേക്കുള്ള റേഡിയസ് ആണ് ആറ്. അവിടെ ഇനീഷ്യൽ പോയിന്റ് 0 തുടങ്ങുന്നെങ്കിൽ ആർ വാല്യൂ 0 വരും. ദെൻ എൻ പോയിന്റിൽ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ ആർ വാല്യൂ എന്ന് പറയുന്നത് ഈ റേഡിയസ്, അതായത് 2 ആയിരിക്കും. അപ്പോൾ ആർ വേരി ചെയ്യുന്നത് ഓരോ പോയിന്റ്, ഈ പോയിന്റ് എടുക്കുന്നെങ്കിൽ ആ ഒരു ലെങ്ത് ആണ് ആറ്. അതായത് ഒറിജിനിൽ നിന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അപ്പോൾ ഈ ഇൻറ്റീരിയർ ഈ സർക്കുലർ ഡിസ്കിൻ്റെ ഇൻസൈഡിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ആർ വേരി ചെയ്യുന്നത് 0 തൊട്ട് 2 വരെ. അപ്പോൾ ആറിൻ്റെ ലിമിറ്റ് 0 to 2. ദെൻ ആറിന് ലിമിറ്റ് കൊടുക്കാം 0 to 2. ദെൻ തീറ്റ വേരി ചെയ്യുന്ന സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 0 to 2π. സോ ഇൻ്റഗ്രൽ theta 0 to 2π r 0 to 2, then root of 4 into x² plus y² is r² plus 1, then dx dy ക്ക് വരും r dr d theta.
So that is equal to, now we want to integrate this one. So for integrating this one, substitute for r square plus 1 equal to u, then 8r dr equal to du. So integral root for r square plus 1 r dr is to portion, that is equal to root integral root u, then r dr എന്ന് പറയുന്നത് du by 8. So integrating this one, root u means u raised to 1 by 2. So integral of that one, u raised to 1 by 2 plus 1, that is u raised to 3 by 2 by 3 by 2 divided by 8. That is equal to u raised to 3 by 2 divided by 12. When substituting this value, so u become 4r square plus 1. So this one 4r square plus 1 all raised to 3 by 2 divided by 12. So substituting that integral and giving the limit, integral 0 to 2 pi into upper limit 2 and 4 into 2 square 4. So 16 plus 1, 17 raised to 3 by 2 by 12 minus second part 0, 0 and 1, 1 by 12. So if we take 1 by 2 common outside, how to take that? d theta, that is equal to integral 0 to 2 pi, constant terms taking outside. So this one is 17 raised to 3 by 2 minus 1 divided by 12, constant taking outside, that is 0 to 2 pi d theta. So integrating this one, we get theta, then limit 0 to 2 pi, so 2 pi. So 17 raised to 3 by 2 minus 1 divided by 12 theta 0 to 2 pi. So that is equal to 17 raised to 3 by 2 minus 1 divided by 12 into 2 pi. 2 cancel. Again 17 raised to 3 by 2 means 17 raised to 1 by 2 the all cube. Is 17 raised to 3 by 2. That is equal to 17 raised to 1 by 2 means root 17, the all cube. That is root 17 into root 17 into root 17. Root 17 into root 17 is 17. Again one more root 17. So 17 root 17. So this one become 17 into root 17 minus 1 into pi. 4 divided by 12 ആണ്, so plus 6. So pi by 6 into 17 root 17 minus 1. Okay.